നമസ്കാരം. ET മലയാളത്തിലേക്ക് സ്വാഗതം. ഡിവിഡൻഡ് ഓഹരികൾ എന്നും നിക്ഷേപകർക്ക് പ്രിയപ്പെട്ടവയാണ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നേട്ടമാണ് ഡിവിഡൻഡ് ഓഹരികളിലൂടെ ഒരു നിക്ഷേപകർക്ക് വരുന്നത്. ഒന്ന്, ഒരു പലിശയ്ക്ക് സമാനമായ ഒരു അധിക വരുമാനം കൃത്യമായ ഇടവേളകളിൽ ഡിവിഡൻഡ് നൽകുന്ന ഒരു ഓഹരിയാണെങ്കിൽ അങ്ങനെ ഒരു അധിക നേട്ടം, ഒരു അധിക ഇൻകം, എക്സ്ട്രാ ഇൻകം കിട്ടുമെന്നുള്ളൊരു നേട്ടമുണ്ട്. അതിനോടൊപ്പം തന്നെ കാലക്രമേണ അടിസ്ഥാനപരമായി മികച്ച ഓഹരികളാണെങ്കിൽ കാലക്രമേണ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന വർധന അഥവാ മൂലധന നേട്ടത്തിലൂടെയും ഒരു നേട്ടം കിട്ടും. അതായത് ഒരു ഡിവിഡൻഡ് ഓഹരി അടിസ്ഥാനപരമായി ശക്തമായ ഒരു ഡിവിഡൻഡ് ഓഹരി ആണെങ്കിൽ പലിശയ്ക്ക് സമാനമായ അധിക വരുമാനം, അതിനോടൊപ്പം തന്നെ കാലക്രമേണയുള്ള മൂലധന നേട്ടം, അങ്ങനെ രണ്ട് തരത്തിലുള്ള നേട്ടം കിട്ടും. ആ രീതിയിൽ തന്നെ ഡിവിഡൻഡ് ഓഹരികളെ ഒരു താരതമ്യേന സുരക്ഷിത നിക്ഷേപ സങ്കേതങ്ങളായിട്ടാണ് നിക്ഷേപകർ വിലയിരുത്തുന്നത്. ഇപ്പം ഈ ഇത്തവണത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട് ഡിവിഡൻഡ് ഓഹരികൾ ഒരു ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ചും നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിനുള്ള എസ്റ്റിമേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 55,000 കോടി രൂപയാക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ നടപ്പ് സാമ്പത്തിക വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ ആ ഒരു വിഹിതത്തെ അല്ലെങ്കിൽ ആ ഒരു എസ്റ്റിമേഷൻ അനുമാനം ഉയർത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇനി വരുന്ന ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിലൂടെ ഉൾപ്പെടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്നുള്ള ഡിവിഡൻഡ് പേ ഔട്ട് വർദ്ധിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഡിവിഡൻഡ് നൽകാൻ സർക്കാർ പ്രേരിപ്പിച്ചേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതായത് നടപ്പ് ഈ ബജറ്റിൽ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സമാനമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഡിവിഡൻഡ് ഇനത്തിൽ സർക്കാർ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എസ്റ്റിമേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 69,000 കോടി രൂപയാണ്. അതായത് നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ 55,000 കോടി രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഇതിലും വർധനയോടെയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഡിവിഡൻഡ് ഇനത്തിൽ വരുമാനം സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ആ ഒരു പ്രകടനത്തെ ഒരു ആത്മവിശ്വാസമുണ്ട്, അല്ല അവരുടെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കും, പ്രകടനം പുറത്തെടുക്കും എന്നുള്ള ആത്മവിശ്വാസം സർക്കാർ പുറത്തുന്നുണ്ടെന്ന് ഇതിലൂടെ വായിക്കാം. അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുമെന്നുള്ള നിഗമനവും ഈ ഓഹരികളുടെയൊക്കെ ഒരു ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ഓഹരികളും കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം. ഇപ്പം നിലവിൽ തിരിയിൽ ഏകദേശം 80ഓളം ഓഹരികളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 61% ഓഹരി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 2023-24 അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ 44% വാർഷിക വർധനയോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം ലാഭം എന്ന് പറയുന്ന 5.3 ലക്ഷം കോടിയായിട്ടുണ്ട്. അത് 2022-23 അത് കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷത്തിലുള്ള ഇതിനേക്കാളും 44% വർധനയുണ്ട്. അപ്പം ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയിരിക്കുന്ന ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയാണ്. അതിൽ നിന്നാണ് സർക്കാരിന് വിഹിതമായിട്ടുള്ള ഈ 55,000 കോടി രൂപ കിട്ടിയിരിക്കുന്നത്. അപ്പം 2022-23 സാമ്പത്തിക വർഷം ഏകദേശം 1.07 ലക്ഷം കോടി, ഏകദേശം 1 ലക്ഷം കോടിയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു തുകയാണ് ഡിവിഡൻഡ് പേ ഔട്ട് നൽകിയതെങ്കിൽ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷം കോടി ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഓഹരികൾ ഇനിയും ശ്രദ്ധ വെക്കാമെന്നുള്ളൊരു സൂചന പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഡിവിഡൻഡ് ഓഹരികൾ പ്രൈവറ്റിലും സ്വകാര്യ മേഖലയിൽ നിന്നും കൃത്യമായിട്ട് ഡിവിഡൻഡ് നൽകുന്ന ഒരുപാട് ഓഹരികളുണ്ട്. ഡിവിഡൻഡ് ഓഹരികൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന ആവർത്തന നിക്ഷേപം ഇല്ലാത്ത ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓഹരികളിൽ നിന്നാകും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് പേ ആയിട്ട് നോർമലി കിട്ടുക. ഒരു ഡിവിഡൻഡ് നൽകുന്നതിലൂടെ ആ ഒരു നിക്ഷേപകർ, ഷെയർ ഹോൾഡേഴ്സിനെ ആ ഒരു കമ്പനി എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എല്ലാ ഓഹരി ഉടമകളിലും ഒരേപോലെ പരിഗണിക്കപ്പെടുമ്പോഴാണ് അവർ കൃത്യമായ ഇടവേളകളിൽ അവർക്കുള്ള റിവാർഡുകൾ നൽകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഡിവിഡൻഡ് ഓഹരികൾക്ക് എപ്പോഴും പ്രത്യേകതയുണ്ട്. അപ്പം സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ സർക്കാരിൻ്റെ ഒരു ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ട്, ഒരു പ്രഖ്യാപനമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2023-24 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് നൽകിയിട്ടുള്ള സർക്കാർ ഓഹരികൾ അല്ലെങ്കിൽ പൊതുമേഖലാ ഓഹരികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുണ്ട്, കോൾ ഇന്ത്യ ഉണ്ട്, ONGC ഉണ്ട്, SBI ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പവർ ഗ്രിഡ് ഉണ്ട്. അപ്പം തുടർന്നും സർക്കാരിൻ്റെ, അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഡിവിഡൻഡ് ഇനത്തിൽ നിന്നുള്ള ഇൻകമായിട്ട് സർക്കാർ ലക്ഷ്യമിടുന്ന 69,000 കോടി എന്ന് പറയുമ്പോൾ തുടർന്നും ആ കമ്പനിയുടെ ലാഭക്ഷമതയും അവരുടെ പ്രകടനത്തെയും തമ്മിൽ ഒരു ആത്മവിശ്വാസം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു അക്കാഡമിക് പ്രൊഫസറായിട്ട് ഈ വിവരം പങ്കുവച്ചതാണ്. ഇതൊരു നിക്ഷേപ സംബന്ധമായ ശുപാർശയല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമല്ല. അപ്പോൾ PSU സ്റ്റോക്കുകളിൽ ഡിവിഡൻഡ് ഇൻകം സർക്കാർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഓഹരികൾ കൈവശമുള്ളവർക്ക് ഡിവിഡൻഡ് ഇനത്തിലുള്ള ഇൻകം അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.